ബാക്ക് ടു ട്രാവൽ ആൻഡ് ആർട്സ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ ഡിഷാണ്, സോസേജ് വെച്ചിട്ടുള്ള ഡിഷാണ്. അപ്പൊ ഇത് എന്താണെന്നറിയോ? ഇതാണ് സോസേജ് ഡ്രൈ. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ സോസേജ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൂ പോലെ എതള് പോലെ കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ വറുക്കാടാണ് കേട്ടോ. വറുക്കുമ്പോൾ നമ്മുടെ ശരിക്കും ഇങ്ങനെ കണവയുടെ ഒക്കെ തല പോലെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ഒരു ടെക്സ്ചറിൽ നമ്മുടെ ഇത് വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വറുക്കാടാം. അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ വറുത്ത് കിട്ടിയ സോസേജ് കേട്ടോ. ഇതേപോലെ ഇരിക്കും. ഇതുപോലെ അല്ലാതെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സോസേജ് ഇതുപോലെ വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയൊക്കെ ഇതുപോലെ കുനുകുനൂന്ന് മുറുക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സോസേജ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം, ചുമന്ന ക്യാപ്സിക്കം, മഞ്ഞയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പിന്നെ സവോളൊക്കെ ഇതുപോലെ നുറുക്കിയിട്ടുണ്ട് സ്ക്വയറായിട്ട്. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ഉപ്പൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് സോർട്ട് ചെയ്യാം. ഒന്ന് ഇളക്കി സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം, സവോളയും പിന്നെ അതുപോലെ ക്യാപ്സിക്കം സവോളയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയും ക്യാപ്സിക്കും ഒക്കെ ക്യാപ്സിക്കും സവോളയൊക്കെ സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ സോസേജ് വറുത്ത് കോരിയത് ഇട്ട് കൊടുക്കാം. നമ്മൾ സോസേജ് ഇട്ട് കൊടുക്കുകയാണ്. സോസേജ് ഇട്ട് ശേഷം നമുക്ക് ഒന്ന് സോർട്ടാക്കിയിട്ട് ചില്ലി ഫ്ലേക്സും കുരുമുളക്, ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സോയാ സോസും അതുപോലെ തന്നെ സോസും ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ്, സോയാ സോസ് നമ്മൾ ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോസേജ് ഡ്രൈൻ്റെ പണി. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഹലോ ഗൈസ്, അപ്പൊ നമുക്കിത് ചേട്ടനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാട്ടാ. അപ്പൊ നമുക്ക് ചേട്ടന് കൊണ്ട് കൊടുത്താലോ. ഇത് പുതിയ ഡിഷാണ് എന്റെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത്. കാണാൻ കൊള്ളാലോ. നീ കൈയിടണ്ട. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. നിനക്ക് സൂപ്പറായിട്ടുണ്ട്. ഇത് മാത്രം കഴിക്കാൻ പറ്റില്ല. കുബൂസ് ഞാൻ തരാലോ. ഇപ്പൊ തരാം. സൂപ്പറായിട്ടുണ്ട്. ഇത് മാത്രം കഴിക്കാൻ പറ്റില്ല. കുബൂസ് ഉണ്ടാ. കുബൂസ് ഉണ്ടെങ്കിൽ കുബൂസ് കൂട്ടി പറയാം. കുബൂസ് ഉണ്ട്, നമ്മുടെ കുബൂസ് എത്തിയിട്ടുണ്ട്. കഴിച്ചോളൂ. ഇവിടെ കൈയിടണം ചുഞ്ചിരിയാതെ. ഇത് നല്ല ഇങ്ങനെ ഫ്ലവർ പോലെ വിരിഞ്ഞിരിക്കുന്നു. അടിപൊളിയായി. സൂപ്പറായിട്ട് അല്ലേ? സൂപ്പറായിട്ടില്ലേ? അയ്യോ നമുക്ക് പിന്നെ
രസമുണ്ടാ? രണ്ടും കൂടി അടിപൊളിയായിരുന്നു. ഹുബൂസിന്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണത്. ഓക്കേ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ? അപ്പൊ ഞാനും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട് ഗൈസ്. അപ്പൊ എടുക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണ് നോക്കട്ടെ. സോസേജോ മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ സോർട്ട് ചെയ്ത് സൂപ്പറായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം കൂടെ കൊള്ളാം.